പ്രധാനപ്പെട്ട വെല്ലുവിളിയായി മാറുക MP-മാർക്ക് സീറ്റ് ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ടായാൽ അതിനോട് കെ സുധാകരനും അടൂർ പ്രകാശും നടത്താൻ പോകുന്ന പ്രതികരണം തന്നെയാകും. കാരണം താൻ കണ്ണൂർ സീറ്റിൽ 101% മത്സരിക്കുമെന്ന് മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം വരെ ഉറച്ചു വ്യക്തമാക്കിയ MP-യാണ് കെ സുധാകരൻ. ആ കെ സുധാകരനെ പരിഗണിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനോട് ഏത് തരത്തിലുള്ള വൈകാരികമായ പ്രതികരണമാകും അദ്ദേഹം നടത്തുക എന്നത് ശ്രദ്ധേയമാണ്. മാത്രമല്ല, ഈ ആദ്യഘട്ട പട്ടികയിൽ MP-മാരുടെ പേരില്ല എന്ന കാര്യം നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഹൈക്കമാൻഡാണ് രണ്ടാമത് ശേഷിക്കുന്ന ഈ സ്ഥാനാർത്ഥികളുടെ പട്ടികയ്ക്ക് ഹൈക്കമാൻഡ് നേരിട്ടാണ് മേൽനോട്ടം വഹിക്കുന്നത്. ആ പട്ടികയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് രണ്ടാമത് വരുന്ന പട്ടികയിലും MP-മാർക്ക് നൽകുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് അത് സാഹചര്യങ്ങൾ എത്തിച്ചേക്കാം. കാര്യങ്ങൾ ഇതിനോടകം തന്നെ കെ സുധാകരനെ രമേശ് ചെന്നിത്തല കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത്. അതിന് രമേശ് ചെന്നിത്തലയെ നിയോഗിച്ചിരുന്നു, അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ആ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ആ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അതിനോടുള്ള സുധാകരന്റെ പ്രതികരണം എന്തായിരുന്നു എന്നത്, അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ കോൺഗ്രസിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? ആ മഞ്ഞുരുക്കലിന് വേണ്ടി രമേശ് ചെന്നിത്തല നടത്തിയ ശ്രമവും ഫലം കണ്ടില്ല എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ഒരു വിട്ടുവീഴ്ചയ്ക്ക് അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം നിലപാടിൽ മാറ്റമില്ല എന്നാണ് രമേശ് ചെന്നിത്തലയെ അറിയിച്ചത് എന്നാണ് വിവരം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ പാർട്ടിയെ വെട്ടിലാക്കുന്ന പാർട്ടി നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകരുത്, പ്രകോപനപരമായ ഇടപെടൽ ഉണ്ടാകരുത് എന്ന് കെ സുധാകരനെ നേരിൽ കണ്ട് രമേശ് ചെന്നിത്തല അറിയിച്ചതായാണ് സൂചന. പക്ഷേ അതിനുശേഷം മാധ്യമങ്ങൾ സുധാകരന്റെയും രമേശ് ചെന്നിത്തലയുടെയും പ്രതികരണം ആരായാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വ്യക്തമായ മറുപടി ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട ഇരുവരും നൽകിയിട്ടില്ല. എന്തായാലും സസ്പെൻസ് ഒളിച്ചുവെച്ച ഒരു പട്ടികയായിരിക്കും അല്പസമയത്തിനകം കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് പുറത്തുവരികയെന്നാണ് സൂചന. സസ്പെൻസ് ഒളിപ്പിച്ച് വെച്ച ഏറെ പ്രത്യേകതകളുള്ള പട്ടിക എന്ന അവകാശവാദം കോൺഗ്രസ് മുഴക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ കുറച്ച് സമയം കൂടുതലെടുത്താലും നിരാശപ്പെടേണ്ടി വരില്ല എന്നതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. യുവാക്കൾക്കും സ്ത്രീകൾക്കും പ്രാതിനിധ്യമുള്ള, ഒപ്പം തന്നെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി തന്നെ ജയസാധ്യത എന്നത് മുന്നിൽ കണ്ട് തയ്യാറാക്കിയിട്ടുള്ള പട്ടിക എന്നതാണ് കോൺഗ്രസിന്റെ അവകാശവാദം. എന്തായാലും 56 സീറ്റുകളിലെ പ്രഖ്യാപനമാണ് അല്പസമയത്തിനകം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം MP-മാർക്ക് സീറ്റില്ല എന്ന തീരുമാനത്തിൽ കോൺഗ്രസ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നതാണ്. അക്കാര്യം കെ സുധാകരനെ ഉൾപ്പെടെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. അങ്ങനെ MP-മാർക്ക് സീറ്റ് നൽകാതെ മറ്റ് ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പട്ടിക ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കേണ്ടത്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ അവിടെ കണ്ണൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങൾ ഒഴിച്ചിട്ടുകൊണ്ടാണോ തീരുമാനം എന്നത് നമ്മൾ നിരീക്ഷിക്കേണ്ടി വരും. അങ്ങനെ ഒരു ഒഴിച്ചിടൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ഒരുപക്ഷെ രണ്ടാം ഘട്ട ചർച്ചയിൽ പരിഹരിക്കാം എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ളതായിരിക്കും. അതല്ല കടുത്ത തീരുമാനത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ആ പ്രഖ്യാപനവും ഉണ്ടാകുമോ എന്നതാണ് നോക്കേണ്ടത്. എന്തായാലും ഇന്ന് രമേശ് ചെന്നിത്തല ഇക്കാര്യങ്ങൾ കെ സുധാകരനെ ധരിപ്പിക്കുന്നതിന് ചുമതലപ്പെടുത്തിയിരുന്നതാണ്. അതിനുശേഷവും കെ സുധാകരൻ നിലപാടിൽ യാതൊരയവും വരുത്തിയിട്ടില്ല എന്നതാണ് മനസ്സിലാകുന്നത്. അടൂർ പ്രകാശും മത്സരിക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക അല്പസമയത്തിനകം പുറത്തുവരും. 56 പേരുടെ ലിസ്റ്റാണ് കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ പുറത്തുവിടാൻ പോകുന്നത്. എന്തായാലും അത് പ്രതീക്ഷിക്കുന്ന മണിക്കൂറാണ്. നമ്മുടെ നേരം വൈകുന്നേരത്തിന്റെ സമയം ഇവിടെ ഇപ്പോൾ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ കോൺഗ്രസിന്റെ പട്ടിക പുറത്തു വന്നിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. കോൺഗ്രസിന്റെ പട്ടിക പുറത്തു വന്നിരിക്കുന്നു. 56 പേരുടെ പട്ടികയാണ് ഇപ്പോൾ കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പട്ടിക പുറത്തു വരുമ്പോൾ ഇരിക്കൂറിൽ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ആണ് സ്ഥാനാർത്ഥി. ധർമ്മടത്ത് അബ്ദുൾ റഷീദ് മത്സരിക്കും. തലശ്ശേരിയിൽ KP സാജു മത്സരിക്കും. പേരാവൂരിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. മാനന്തവാടിയിൽ ഉഷ വിജയൻ. സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണൻ. കൽപ്പറ്റയിൽ അഡ്വക്കേറ്റ് T സിദ്ദിഖ്. നാദാപുരത്ത് KM അഭിജിത്ത്. കൊയിലാണ്ടിയിൽ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ. ബാലുശ്ശേരിയിൽ BT സൂരജ്. എലത്തൂരിൽ മിസസ് വിദ്യാ ബാലകൃഷ്ണൻ. ഒപ്പം തന്നെ കോഴിക്കോട് നോർത്തിൽ അഡ്വക്കേറ്റ് K ജയന്ത്. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത്. വണ്ടൂരിൽ AP അനിൽകുമാർ. തവനൂരിൽ VS ജോയ്. പൊന്നാനിയിൽ നൌഷാദ് അലി. തൃത്താലയിൽ BT ബൽറാം.
കോങ്ങാട് KA തുളസി മത്സരിക്കും. മലമ്പുഴയിൽ A സുരേഷാണ് സ്ഥാനാർത്ഥി. മലമ്പുഴയിൽ A സുരേഷിനെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായിരിക്കുന്നു. പാലക്കാട് രമേശ് പിഷാരടി, പാലക്കാട് സിറ്റിംഗ് MLA മത്സരിക്കാത്ത ഇടമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.